everyone, welcome to my channel ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ റീഡിംഗ് ആണ്. ഫുൾ മൂൺ നമ്മളുടെ പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു. April 14th തൊട്ട് മലയാള മാസത്തിലെ പുതുവർഷം, അതേമാതിരി തന്നെ ഹിന്ദു കാലണ്ടർ അനുസരിച്ചിട്ടും പുതുവർഷം നമ്മൾക്ക് ഈ 9th തൊട്ട് അല്ലെങ്കിൽ 10ാം തീയതി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ പുതുവർഷത്തിലത്തെ ആദ്യത്തെ ഫുൾ മൂണാണ്. അപ്പോൾ ആദ്യത്തെ ഫുൾ മൂണിൽ നിങ്ങളുടെ എനർജി എന്തായിരിക്കും, നിങ്ങൾക്ക് എന്ത് സന്ദേശങ്ങളാണ് കിട്ടാൻ പോണത് എന്ന് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് പൈൽ അമെത്തിസ്റ്റ്, ഇത് സെക്കൻഡ് പൈൽ സിട്രിൻ. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ അമെത്തിസ്റ്റ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. അവർക്ക് ഫുൾ മൂണിൽ എന്ത് സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് തരണത് എന്ന് നോക്കാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനലിനെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, ഫ്രണ്ട്സ്, ഇവിടുത്തെ ഈ ഫുൾ മൂണിൽ എന്താ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് സൺ. ആക്ച്വലി കുറേ പേര് കുറേ കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർ റിലേഷൻഷിപ്പിലായാലും ശരി, അത് കൂടുതലും ഇതിൽ കാണുന്നത് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മീൻസ് വിട്ടുകൊടുക്കുക ഇൻ ദ സെൻസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന മാതിരിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മീൻസ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അത് പിന്മാറുന്നത് എന്തായാലും നല്ലതാണ്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അതേമാതിരി തന്നെ അനാവശ്യ കാര്യങ്ങളിൽ മീൻസ് ബന്ധങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യ സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ സ്വയം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി കുറേയൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ മാതിരിയാണ് കാണുന്നത്. മീൻസ് നിങ്ങൾ കുറേ ഫിസിക്കലി ഒരു എന്താ പറയുക, പാസ്റ്റിൽ നിങ്ങൾ ശരിക്കും ഫിസിക്കലിയും മെൻ്റലിയും കുറേ ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, നിങ്ങൾ തന്നെ ഒരു പോസിറ്റിവിറ്റി കൊടുത്താൽ നിങ്ങളുടെ ലൈഫിലെല്ലാം നല്ലത് നടക്കുള്ളൂ. അപ്പം നിങ്ങൾ കൂടുതലും ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ട്, മീൻസ് ഫിസിക്കലി നിങ്ങൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എല്ലാവിധ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. ചിലവരുടെ കേസിൽ ഇത് മീൻസ് ഒരു കുട്ടികൾ ആശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലവർ IVF ടെസ്റ്റിന് അതിനൊക്കെ വേണ്ടിയിട്ട് മീൻസ് ലാസ്റ്റിൽ മീൻസ് അവർ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അതിലൊന്നും ഒരു ഫലം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ മീൻസ് കുട്ടികൾ ഉണ്ടാക്കാനുള്ള വേറെ വഴികളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ നോക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിലൊരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ മീൻസ് ലൈഫിൽ ജഗ്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ, ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. മീൻസ് നിങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞു, മീൻസ് റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നിൽ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സന്തോഷം എന്താണോ, നിങ്ങൾക്ക് എന്താണ് പോസിറ്റിവിറ്റി തരുന്നത്, അതിലേക്ക് ഏത് വഴിയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ വഴി നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. മീൻസ് ഇപ്പോൾ നിങ്ങൾ എംപ്റ്റി ഗ്ലാസ്സിലേക്ക് ഒന്നും നോക്കാറില്ല. നിങ്ങളുടെ ഗ്ലാസ് എത്ര ഫുള്ളാണോ അതിലേക്ക് ഉള്ള ശ്രമങ്ങളാണ്, അല്ല മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കുറേയൊക്കെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ശരീരത്തിലും അതേമാതിരി തന്നെ നിങ്ങളുടെ മനസ്സിലും കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ മൂണിൽ നിങ്ങൾക്ക് കിട്ടുന്നതും. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം. മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഫുൾ മൂണിന് എന്താണ് ഇനിയും പോസിറ്റിവിറ്റി, ഏതൊക്കെ പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ തരണത് എന്ന് നോക്കാം. ഓക്കെ,
നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു മീൻസ് നിങ്ങൾക്ക് എക്സസൈസോ അല്ലെങ്കിൽ നിങ്ങൾ യോഗയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി അട്രാക്റ്റീവായിട്ട് കാണാനും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ്, ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. ആൾക്കാരെ നിങ്ങളെ റിക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആക്ച്വലി കണ്ടല്ലോ മീൻസ് അറ്റാച്ച്മെൻറ്റ് മീൻസ് നിങ്ങൾ ഡിറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഡിറ്റാച്ച് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊക്കെ വഴികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു ആ വഴികൾ നിങ്ങൾ മാറുകയാണ്, ആ വഴികളിൽ നിന്ന് മാറുകയാണ്, ആ വഴികളിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടുകളോ നിങ്ങളുടെ സിറ്റുവേഷനോ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയാണ്, ആ സിറ്റുവേഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയാണ്, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയാണ്. ഇപ്പം നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ അപ്രിസിയേഷൻ ശരിക്കും പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു മീൻസ് ഈശ്വരനോട് നന്ദി പറയുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ ആ ഒരു നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പേ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഈശ്വരനെ നമ്മൾക്ക് എന്താണ് ഉള്ളത് അതിൽ സാറ്റിസ്ഫൈ ആവുന്നു, അത്രത്തോളം ഈശ്വരൻ അറിയാം നമ്മൾക്ക് എന്താണ് തരേണ്ടത്. നമ്മൾക്ക് കുറച്ചായിട്ടോ തരണതോ കൂടുതലായിട്ടോ തരണോ ഉള്ളതെല്ലാം ഈശ്വരനറിയാം. അപ്പം നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള അപ്രിസിയേഷൻ ഉണ്ടല്ലോ, അത് ഈശ്വരനും തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഫിസിക്കലി മറ്റുള്ളവർക്കും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പീസ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴികൾ തെളിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മീൻസ് ഈ സിറ്റുവേഷനിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണമെന്ന് നോക്കാം. ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഗൈഡൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. ആക്ച്വലി ഹനുമാൻ ജയന്തിയുമാണ് ഈ ഫുൾ മൂണിന്. അപ്പോൾ എന്ത് ഗൈഡൻസ് ആണ് ഹനുമാൻജി നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം. ഓക്കെ, ബ്ലോക്കേജസ് എല്ലാം മാറുന്നതായിട്ട്. എന്തുകൊണ്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളുടെ മൈൻഡ് എത്രത്തോളം അല്ലെങ്കിൽ ബോഡി എത്രത്തോളം പോസിറ്റീവായിരിക്കണോ, നമ്മളുടെ മൈൻഡ് എത്രത്തോളം പോസിറ്റീവായിരിക്കണോ അത്രത്തോളം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടോ അതൊക്കെ നമ്മളിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ശ്രമം അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള വഴികൾ അത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വഴിക്കുള്ള ബ്ലോക്കേജസ് എല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഫുൾ മൂണിൽ നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഉള്ള മീൻസ് ഒരു സന്ദേശമാണ് ഹനുമാൻ ജയന്തി സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്, താങ്ക് യു വെരി മച്ച്. ഈ സെക്കൻഡ് പൈൽ സിട്രിൻ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരുടെ ലൈഫിൽ അവർക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത് ഈ ഫുൾ മൂണിന്, ഈ ഹനുമാൻ ജയന്തി ദിവസം എന്താണ് അവർക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവരുടെ എനർജിയും കറണ്ട് എനർജിയും എന്തായിരിക്കും എന്ന് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ തുടങ്ങാൻ തന്നെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിൽ ചില കാര്യങ്ങൾ ചെയ്തതിൽ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ വഴികൾ
മീൻസ് പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റിലേഷൻഷിപ്പിലായാലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ഏതൊക്കെ ആയാലും ശരി, നിങ്ങൾക്ക് സന്തോഷം തരാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റിയോ തരാത്ത ഒരു സിറ്റുവേഷൻ നിന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. മീൻസ് നിങ്ങളുടെ അടുത്ത് ഒരു ബാക്കപ്പ് പ്ലാൻ ഉള്ളത് മാതിരി അതാണ് കാണുന്നത് ഇവിടെ. ആ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, ആ പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ പ്ലാനിങ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നോ, മീൻസ് അത് റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങളുടെ കരിയറിലായാലും ശരി, നിങ്ങളുടെ ഫൈനാൻസിലായാലും ശരി, എന്തിലായാലും ശരി, പാസ്റ്റിൽ എന്തായിരുന്നോ അത് നിങ്ങൾ മറന്നു കഴിഞ്ഞു, നിങ്ങളത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളിപ്പോൾ മീൻസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ സിൻസിയർ ആയിട്ടാണ് എല്ലാം ചെയ്തത്, നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, എന്നിട്ടും നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ വിചാരിച്ച മാതിരിയുള്ളൊരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളതെന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി കാത്തു നിന്നില്ല. അപ്പോൾ പുതിയ ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ എന്തൊക്കെ ഉണ്ടോ അതിലേക്കൊക്കെ നിങ്ങൾ പോകാൻ തുടങ്ങി. പക്ഷെ പോകുമ്പോൾ നിങ്ങളത് ആരോടും പറയുന്നില്ല. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആരെയും അറിയിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തക്കാരായാലും ശരി, ബന്ധുക്കളായാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, ആരായാലും ശരി, നിങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആരെയും മീൻസ് ബോധ്യപ്പെടുത്താനും നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നടന്നു പോയത്, എനിക്കതിലൊരു സന്തോഷം കിട്ടുന്നില്ല, എനിക്ക് സന്തോഷം കിട്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രസ് കിട്ടുന്ന വിധത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം പോകുന്നതായിട്ട്, മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്, മീൻസ് അത് റിലേഷൻഷിപ്പിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായാലും ശരി, ആ പഴയ ഇതിനെ വിട്ടിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ബെറ്റർ ഓപ്ഷനിലേക്കുള്ള പ്ലാനിങ് ഒക്കെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജി മീൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ മീൻസ് ഒരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു, വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് കാണുന്നത്. ആ ഹാർട്ട് ബ്രോക്കൺ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നിട്ട് ആ പഴയ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്ത മാതിരിയാണ് കാണുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലാണ് കേട്ടോ. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് എന്തെങ്കിലും ആയിട്ടുണ്ടാവുമായിരിക്കാം നിങ്ങളുടെ. ആ ഡിവോഴ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളെ ഹീൽ ചെയ്തു. മീൻസ് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മീൻസ് ഇത് ചെയ്യുന്നില്ലായിരുന്നു. സർവൈവ് ചെയ്താലും അതിലേക്ക് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് നിങ്ങൾ വിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ വേദനകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളത് മറന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി അതിൽ തന്നെ ഒട്ടി നിൽക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത മാതിരിയാണ് കാരണം. പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ നിങ്ങൾ വേറെ കല്യാണം കഴിക്കാൻ പോകുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാരെ നിങ്ങൾ മീൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ മൂണിന് ടൈമിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു എന്താ പറയുക, മുന്നിൽ പോവാൻ നിങ്ങൾ തുടങ്ങി. മീൻസ് അതിൽ ഏത് റിലേഷൻ എങ്ങനെയുള്ളതായാലും ശരി അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് നോക്കാം എന്താണ് നിങ്ങൾക്ക് വരാൻ പോണത്, ഈശ്വരൻ തരണത് എന്ന് നോക്കാം. ആക്ച്വലി നിങ്ങൾ
സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് തന്ന മുറിവുകളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈശ്വരൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈശ്വരനെ അറിയായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട്, അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, അത് ഒരു നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ കണ്ട അസൂയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ അത് റൊമാൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും ശരി, അത് നിങ്ങളുടെ കരിയറിലായാലും ശരി, അത് മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ആകാശത്ത് പറന്ന് നടക്കുന്ന മാതിരി ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് തരണം. പക്ഷെ എന്നാലും നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മൾ പിന്നിലെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. മീൻസ് നമ്മൾ ഈശ്വരനോട് നന്ദിയും പറയണം. നമ്മൾ മുന്നിൽ പോവുകയാണ്, നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ എന്നും ഈശ്വരൻ്റെ മീൻസ് ഒരു അനുഗ്രഹം, അതേമാതിരി തന്നെ എപ്പോഴും ഈശ്വരൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ സ്വയം എപ്പോഴും അതങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് പറയണത്. മീൻസ് ആ സന്തോഷത്തിൽ നമ്മളങ്ങനെ പറന്ന് നടക്കുകയാണെങ്കിൽ കൂടിയിട്ടും നമ്മളെന്നും ഒരു നമ്മളുടെ പറയില്ല, ഒരു കാലെങ്കിലും നമ്മൾക്ക് ഭൂമിയിൽ നിൽക്കണം. അത്രയ്ക്കുള്ള ഒരു വലിയ സിറ്റുവേഷനാണ്, അത്രയ്ക്കുള്ള വലിയൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഈശ്വരൻ തരാൻ പോണത്. എന്ന് വെച്ച് പേടിപ്പെടുത്തുകയല്ല, മീൻസ് എന്നും നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. നമ്മളെന്നും ഈശ്വരനോട് കടപ്പാട് അത് ഈശ്വരനോട് കൊടുത്തിരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നമ്മളുടെ കൂടെ എന്നും ഈശ്വരൻ ഉണ്ടായിരിക്കും. എന്ത് നല്ലത് വന്നാലും അപ്പോഴും നമ്മളുടെ കൂടെ ഈശ്വരൻ വേണം എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. എന്നാലേ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ആ നല്ല കാര്യങ്ങൾ എന്നും നമ്മളുടെ ജീവിതത്തിൽ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.